കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ കാരാഗൃഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടിട്ട് തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കയോ എന്ന് അവർ മുഖാന്തരം അവനോട് ചോദിച്ചു. യേശു അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്നുത്തരം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ കർത്താവിന് വഴിയൊരുക്കാൻ വന്നവൻ. ഇസ്രയേലിന് യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സ്വർഗമയച്ച മനുഷ്യൻ. യോഹന്നാൻ സുവിശേഷകൻ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. എന്ത് പദവിയാത്! അവന് യോഹന്നാൻ എന്ന പേര്. അത്ഭുതകരമായൊരു ജനനം. തൻ്റെ നിയോഗം തന്നെ ക്രിസ്തുവിനെ ഇസ്രായേലിന് പരിചയപ്പെടുത്തുക. ആ മനുഷ്യൻ കാരാഗൃഹത്തിലായപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടറിയപ്പോൾ അദ്ദേഹം വളരെ ബുദ്ധിപരമായൊരു കാര്യം ചെയ്തു. അദ്ദേഹം ടെൻഷനായില്ല, വേറെ വഴിയും നോക്കിയില്ല, കർത്താവിൻ്റെക്ക് നേരിട്ട് ചോദിച്ചു. കർത്താവിനോട് നേരിട്ട് ചോദിക്കുമ്പോൾ അതൊരു നാണക്കേടല്ലേ? എങ്കിലും സാരമില്ല, നാണക്കേടല്ല വിഷയം. ചില ആൾക്കാർ ഈ ഭൂതങ്ങളുണ്ടെങ്കിലും ആരാധനയിലങ്ങ് വിട്ടുകൊടുക്കില്ല. ഭൂതം ഇരുന്നാലും കുഴപ്പമില്ല, ഭൂതം വെളിപ്പെടുന്നത് ആരും അറിയരുത്. യോഹന്നാൻ അങ്ങനെ ചെയ്തില്ല. രോഗമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നതല്ല നാണക്കേട്, ഭൂതമുണ്ടെന്ന് മറ്റുള്ളവർ അറിയുന്നതല്ല നാണക്കേട്, വിടുതലാണ് പ്രശ്നം. യോഹന്നാൻ ചോദിച്ചു, നീ തന്നെയാണോ? എനിക്കങ്ങനെ ഡൗട്ടുണ്ട്, അതോ ഞങ്ങൾ വേറൊരാളെ കാത്തിരിക്കണോ? യേശു പറയുന്നതിൽ അദ്ദേഹത്തിന് വേണ്ട ആശ്വാസകരമായ കാര്യമുണ്ട്. യോഹന്നാൻ ശരിക്കും പറഞ്ഞാൽ എന്തിനെയാണിപ്പോൾ ഭയപ്പെടുന്നത്? കാരാഗൃഹത്തിൽ താൻ പെട്ടുപോകുമോ എന്നൊരു ഭയം വന്ന് കാണും. പക്ഷേ യേശു പറഞ്ഞതിലുണ്ട്, നോക്കിക്കേ, മരിച്ചവർ ഉയർക്കുന്നു. യോഹന്നാന് നീ മരിച്ചാലും എന്താ, ഞാനിവിടെ പുറത്തുണ്ട്, ഞാൻ ഉയർപ്പിക്കും. യഥാർത്ഥത്തിൽ യോഹന്നാന് പോലും കൃത്യമായിട്ട് അറിഞ്ഞുകൂടായിരുന്നു യേശു കർത്താവിൻ്റെ പ്ലാനിനെ കുറിച്ച്. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കാൻ വന്നവൻ. എല്ലാവരോടും യോഹന്നാൻ ഇതാ പറഞ്ഞത്, ദേ നോക്ക്, എന്നേക്കാൾ വലിയവൻ വരുന്നു, ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിക്കുന്നു, ഇവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും. പക്ഷേ ആ പരിശുദ്ധാത്മ സ്നാനം, കർത്താവ് നൽകുന്ന ആ സ്നാനം, ഉദരത്തിൽ വെച്ച് യോഹന്നാൻ ആ സ്പർശനം ഉണ്ടായെങ്കിലും ഈ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറയുന്ന ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല. അതുകൊണ്ടാണ് ആ അധ്യായത്തിൽ തന്നെ 11 പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനില്ല. കാര്യം, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട മനുഷ്യൻ. പക്ഷെ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവനെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതാരാണ് ഈ സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ? നമ്മളല്ലേ. നമ്മൾ വലിയ പുള്ളികളൊന്നുമല്ല, പക്ഷേ ചെറിയവരാണ്. പക്ഷെ സ്വർഗരാജ്യത്തിലാണ് കർത്താവിൻ്റെ നാമത്തിൽ വെള്ളത്തിലും ആത്മാവിലും സ്നാനമേറ്റവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, അഭിഷേകം പ്രാപിച്ച നമ്മൾ എത്ര ചെറിയവരാണെങ്കിലും അത് ഭൂമിയുടെ ആരംഭം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള സകല പ്രവാചകന്മാരെക്കാളും നമ്മൾ മുന്നിലാണ്. കാരണം എല്ലാവരേക്കാൾ വലിയവനാണ് യോഹന്നാൻ സ്നാപകൻ. ആ യോഹന്നാൻ സ്നാപകൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണോ, നീ തന്നെയാണോ? നമ്മളെ നോക്കി, സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവരായ നമ്മുടെ കാര്യം ഓർത്ത് നോക്കി. നമ്മൾ കാര്യം പിന്മാറ്റത്തിൽ പോയെന്നിരിക്കാം, ഇടറിപ്പോയെന്നിരിക്കാം, ടെൻഷനായെന്നിരിക്കാം. പക്ഷെ ഒരിക്കലും നമ്മൾ ചോദിക്കുകയില്ല, കർത്താവേ ഞങ്ങൾ വേറൊരാളുടെ പോകണമെന്ന് ചോദിക്കുമോ? ഇല്ല, ഞങ്ങൾ മാറണം കർത്താവേ. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ഞങ്ങളെ വിട്ടു പോകണമേ, ഞങ്ങൾ പാവിയായ മനുഷ്യരാണ് എന്ന് നമ്മൾ പറഞ്ഞേക്കാം. പക്ഷേ വേറൊരാളുടെ പോകണമെന്ന് നമ്മൾ ഒരിക്കലും ചോദിക്കില്ല. കാരണം നമ്മുടെ അകത്തറിയാം, കർത്താവല്ലാതെ വേറെ രക്ഷയില്ല. ഭൂമിയിൽ ആകാശത്തിന് കീഴെ യേശു അല്ലാതെ വേറെ ആരും ഞങ്ങളെ തുണയ്ക്കാനില്ല. അതുകൊണ്ട് നമ്മൾ അവനിലും വലിയവൻ. നമുക്ക് ധൈര്യത്തോടെ ആയിരിക്കാം. എത്ര വലിയ പദവിയാണ് ഈ ഏഴകളായ നമുക്ക്, പുതിയ നിയമവിശ്വാസികൾക്ക് സ്വർഗം വെച്ചിരുന്നത്. ഇബ്രായ ലേഖനത്തിൽ 11 അവസാനം പറയുന്നു,
എല്ലാ വിശ്വാസ വീരന്മാരെക്കുറിച്ചും പറഞ്ഞിട്ട് കണ്ടോ, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി അവർ പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് നമ്മൾ കരുതിയിരുന്നു. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. കർത്താവിൻ്റെ കൂടെ നടക്കാം, അവനെ സ്നേഹിക്കാം, കൃപകൾ പ്രാപിക്കാം. കൂടുതൽ അവനോട് ചോദിക്കാം, ഞങ്ങൾ എന്ത് ചെയ്യണം കർത്താവെ കൂടുതൽ നിന്നോട് അടുക്കാൻ? ചോദിച്ച് കൃപ പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ഇടറിപ്പോകാത്തവരായി മുന്നേറാം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. സ്വർഗം കനിയട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമേൻ.